ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്താണ് അൺബോക്സിങ് എന്നൊക്കെ ഇത് വേറൊരു അൺബോക്സിംഗ് അല്ല, ഓർമ്മകളുടെയും നഷ്ടങ്ങളുടെയും ചെറിയൊരു അത്ഭുതത്തിൻ്റെയും കഥയാണ്. കഴിഞ്ഞ വർഷം നവംബർ മാസം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടി. അതൊരു നെക്ക് ബാൻഡായിരുന്നു. അത് കിട്ടിയ മൊമെൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഒരാൾ നമുക്കൊരു കാര്യം മേടിച്ചു തരുന്നതും അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു എനിക്കത്. പക്ഷേ ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് അതിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒരു വർഷം പോലും തികയാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോയെന്നറിയാൻ കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു, ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ കംപ്ലൈൻ്റൊക്കെ രജിസ്റ്റർ ചെയ്തു. കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു, കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കാൻ ആൾ വന്നു. അങ്ങനെ ആൾ വന്ന് എടുത്തിട്ടൊക്കെ പോയി. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു വർഷം തികഞ്ഞില്ല, പക്ഷെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് കേടാക്കിയതാണെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ, ഒരു 4-5 ദിവസമായി കേട്ടോ നമ്മുടെ നെക്ക് ബാൻഡ് എടുത്തുകൊണ്ട് പോയിട്ട്. ഞാൻ വന്നപ്പോൾ ഒരു കൊറിയർ അവിടെ ഉണ്ട്, അൺബോക്സ് ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു ഇതെന്ത് പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ പാക്കേജിൻ്റെ പുറത്ത് തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോട്ടെന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറേ നേരമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യത്തെ തവണ എനിക്ക് ഈ നെക്ക് ബാൻഡ് വന്നപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാനും മാത്രം അത്ര നല്ല ഒരു ഇതിലൊന്നും ആയിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ഇത് കണ്ടപ്പോൾ അപ്പം തന്നെ വീഡിയോ എടുക്കണം, അങ്ങനെ ഓടിപ്പോയെടുത്ത വീഡിയോ ആണിത്. നമ്മൾ 700 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. നിങ്ങളറിഞ്ഞില്ലേ? എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളുടെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ. ഇനി ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ടേ, അത് നാളെ ഇടാം. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.